Boat Earbuds 161 Pro ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് തോണേ 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ പേര് കേൾക്കുമ്പോഴത്തേക്ക് 161ന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണോ 161 Pro എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഫിസിക്കലി ആ ഒരു ഫോട്ടോയിലെ കാണുമ്പോഴത്തേക്ക് ഒരൊറ്റ നോട്ടത്തിൽ 191 പോലെയാണ് ഇരിക്കുന്നത്. 161ന്റെ ഒരു രൂപ സാദൃശ്യവുമില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ 131ഉം 131 Proയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും ഇവിടെയും. ജസ്റ്റ് ഒരു പേര് മാത്രമായിരിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1000 രൂപ ബഡ്ജറ്റിൽ നമ്മൾ ഒരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ, Airdopes 161 Pro വാങ്ങിച്ചാൽ വട്ട് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് സ്പെക് വൈസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും പറയുക. എന്നാൽ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനൽ ഉണ്ടാകും കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റിയാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് ടാബിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അല്ല രണ്ട് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് സാധനം കൈ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാവേ. കൂടാതെ നമുക്ക് എസ്ആപ്പ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഡ്യുവൽ മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ്, കോട്ട് മൈക്ക് അല്ല. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് ഒരൊറ്റ മൈക്ക് വിധമേ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ പോലും ENX ടെക്നോളജി, എൻവയോൺമെന്റൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കേസിൽ നിന്ന് നമുക്ക് അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. പിന്നെ ബോട്ട് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു 60% നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർ പറയണത് കേട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് 40-ലോ 30-ലോ ഒക്കെ പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. 10mm എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. അതിനൊന്നും വേറൊരു സംശയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടാതെ ഇതിനകത്ത് 161ൽ ഇല്ലാത്തൊരു സംഭവമാണ് എന്തായാലും ഈ ഒരു 161 Proയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 60ms ലോ ലേറ്റൻസി മോഡ്. എപ്പോഴും പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, 161 ആണോ അല്ലെങ്കിൽ ഡിഫൈ ഗ്രാവിറ്റി Z ആണോ നല്ലത്, അല്ലെങ്കിൽ 161 ആണോ 131 Pro ആണോ നല്ലതെന്നുള്ളത്. ഞാൻ അപ്പോൾ അതിലൊക്കെ തന്നെ കമന്റ് ഇടുന്നത്, നിങ്ങൾക്ക് ഗെയിമിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ 161ലേക്ക് പോയിക്കോളൂ, അതർവൈസ് മറ്റുള്ളത് നോക്കിക്കോളൂ എന്നുള്ളതാണ്. എന്തായാലും ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 60ms ആണ്. ഒരു 100ms താഴെയുള്ള ഏതൊരു ഇയർബഡ് വെച്ചിട്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ 60 അല്ല 50 അല്ല 40 ഏതാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ഡിലേകൾ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഇത് നമുക്ക് ഗെയിമിങ്ങിന് ഉപകാരപ്പെടും കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹെവി റെയിനിൽ പോലും യൂസ് ചെയ്യാൻ കേട്ടോ. പിന്നെ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം നമുക്ക് ഇതിന് വാറന്റി ഉണ്ടെങ്കിൽ പോലും വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. സോ അത്യാവശ്യം ഡ്രസ്സിലിംഗ് അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നോ പ്രോബ്ലം കണ്ണും പൂട്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ IWP ടെക്നോളജി ഇതിനകത്തുണ്ട്. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഏതൊരു ഇയർബഡ് നമ്മുടെ ബോട്ടിൽ ഇറക്കിയാലും ആ ഒരു ടെക്നോളജി അതിനുണ്ട്. അതായത് ഇയർബഡിന്റെ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് ഡിവൈസിലാണ് ഓൾറെഡി പെരുതുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഇതുവരെ അങ്ങോട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാകാം ഈ ഇയർബഡ് നമുക്ക് അവൈലബിൾ ആകാൻ പോകുന്നത്. 999 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വട്ട് ബൈങ് ആകോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക് വൈസ് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വട്ട് ബൈങ് തന്നെയാണ്. ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, അതായത് ബ്ലൂടൂത്ത് വേർഷൻ. കൂടാതെ IPX5 ആണ്. അതേപോലെ തന്നെ 50 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി നമുക്ക് ഇതുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും 1000 രൂപയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ്. ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോൾ മേ ബി 1499ലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, ലോ ലേറ്റൻസി, നമുക്ക് എന്തുമാത്രം ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് ഓവി നമ്മുടെ ചാനൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബോട്ട് Airdopes 161 Proനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു സ്പെക് വൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.